ശ്രീമദ് ഭാഗവതം ക്ലാസ് 270. ഇന്ന് സ്കന്ധം 10 രണ്ടാമത്തെ ഭാഗത്തിൽ 68 അധ്യായമാണ്. സാംബവിവാഹമാണ്. അതായത് കൃഷ്ണൻ്റെ മകൻ്റെ വിവാഹത്തെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ ഈ വിവാഹത്തിലൂടെ ചില സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട്. അല്ലെങ്കിൽ കൃഷ്ണൻ്റെ രാജ്യത്തിൽ, കൃഷ്ണൻ വിഭാവനം ചെയ്ത രാജ്യത്തിൽ, അതായത് കൊളോണിയലിസത്തിന് ശേഷം ലോകം രണ്ടായി തിരിഞ്ഞു. ലോകത്തിൻ്റെ ഒരു ഭാഗം യാദവരുടെ വംശം, അതായത് കൃഷ്ണൻ്റെ വംശം, അവിടുത്തെ പ്രത്യേകതയാണ് പറയാൻ പോകുന്നത്. ഇപ്പുറത്ത് ധൃതരാഷ്ട്രരുടെ വംശയിലെ കുരുവംശം. അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം. ഒന്നിൽ ശ്രീ സുഖൻ പറയുകയാണ്, യുദ്ധവീരനായ ജാമ്പവതിയുടെ പുത്രൻ, അതായത് കൃഷ്ണൻ വിവാഹം ചെയ്തത് ജാമ്പവതി, അതിലുണ്ടായ പുത്രൻ സാമ്പൻ സ്വയംവര പന്തലിൽ വെച്ച് ദുര്യോധനന്റെ പുത്രിയായ ലക്ഷ്മണയെ അപഹരിച്ചു. ഇപ്പുറത്തെ ദേശത്തെ ലോകം രണ്ടായി തിരിഞ്ഞു. യദുവംശവും കുരുവംശവും. അപ്പൊ യദുവംശത്തിലെ കൃഷ്ണന്റെ പുത്രൻ സാമ്പൻ, ഇപ്പുറത്തെ ദുര്യോധനന്റെ പുത്രി ലക്ഷ്മണയെ അവളുടെ സ്വയംവര പന്തലിൽ വെച്ച് വേറെ ആൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുവാൻ വെച്ചിരിക്കുകയായിരുന്നു. ആ പന്തലിൽ വെച്ച് എന്തു ചെയ്തു? ഇവൻ അപഹരിച്ചു. അവിടെ പോയി പിടിച്ചെടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് രണ്ടിൽ പറയാണ്, കുപിതരായ കൗരവർ അന്യോന്യം പറഞ്ഞു, ഈ കുമാരൻ അച്ചടക്കമില്ലാത്തവനാണ്, ഇവൻ അത്ര ശരിയല്ല, അച്ചടക്കമൊന്നും ഇല്ലാത്തവനാണ്. നമ്മെ നിസ്സാരരാക്കിയിട്ട്, നമ്മളെ നിസ്സാരന്മാരായി കണ്ടുകൊണ്ട് എന്തു ചെയ്തു? കന്യകയെ എന്തു ചെയ്തു? നമ്മളെ നിസ്സാരമാക്കിക്കൊണ്ടാണ് അവൻ കൊണ്ടുപോയിരിക്കുന്നത്, ബലാത്കാരേണ കൊണ്ടുപോയിരിക്കുന്നത്. നമ്മളെ മേലെല്ലാം ഒരു വെലിവില്ലാതെ മാരിയാക്കിയിട്ട് നേരെ പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. അടക്കമില്ലാത്ത ഇവനെ എന്ത് വേണം? അതുകൊണ്ട് പിടിച്ചു കെട്ടണം. അവർ തീരുമാനിച്ചു, ഇവനെ പിടിച്ചു കെട്ടിയേ പറ്റൂ. യാദവർ എന്ത് ചെയ്യുമെന്ന് നോക്കട്ടെ. ഇവനെ പിടിച്ചു കെട്ടിയ യാദവന്മാർ എന്താ ചെയ്യാൻ നോക്കട്ടെ. അവർ നമ്മുടെ പ്രസാദം കൊണ്ട് സമൃദ്ധിയോടെ നമ്മൾ നൽകപ്പെട്ട രാജ്യത്തെ അനുഭവിക്കുകയാണ്. അപ്പം ഇവരുടെ അഭിപ്രായത്തിൽ യാദവര്, അതായത് ലോകത്തിൻ്റെ മറുവശത്ത് രണ്ടാം ഭാഗത്ത് കിടക്കുന്ന അവര് നമ്മളുടെ ഔദാര്യം കൊണ്ട് നമ്മൾ കൊടുത്ത രാജ്യത്തിൻ്റെ പേരിൽ ഔദാര്യം കൊണ്ട് അവർ ജീവിക്കുകയാണ്. സുഖിച്ചിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. നമ്മൾ ഔദാര്യം കൊണ്ട് കൊടുത്തതാണ്, അല്ലെങ്കിൽ നമ്മളെ പിടിച്ചെടുത്ത് വയ്ക്കുമായിരുന്നു. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ലോകം രണ്ടായി തിരിഞ്ഞു. സോഷ്യലിസ്റ്റ് ചേരിയും മുതലാളിത്ത ചേരിയും. ആധുനിക ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെന്താ പറയുന്നത്? ലോകത്തിൻ്റെ പോലീസാണ് അമേരിക്ക എന്നാണ് നമ്മളെല്ലാം പറയുന്നത്. ലോകത്തിൻ്റെ പോലീസാണ് അമേരിക്ക എന്ന്. ലോകം മുഴുവൻ ഇവരെ പോലീസായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, റഷ്യ ഇവരെ പോലീസായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? ഉത്തര കൊറിയയിലൂടെ എന്ന കിം ജോങ് ഉൻ, ഏതാണ് പ്രസിഡന്റ്, നമ്മളറിയ ഒരു കാലത്ത് കണ്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം ട്രംപ് വന്നപ്പോൾ അമേരിക്കനെ പറഞ്ഞ എന്തെല്ലാമാണ്. സാധാരണ കൊച്ചുകുട്ടികൾ മറ്റുള്ള കുട്ടികളോട് വിളിക്കുന്ന ഒരു ഭാഷയുണ്ടല്ലോ, ആ ശൈലിയിലാണ് അപഹസിച്ചിരുന്നത്. എന്നിട്ട് അമേരിക്കൻ പ്രസിഡന്റ് എന്തെങ്കിലും ചെയ്താൽ, നേരെ മറിച്ച് ഇറാഖോ മറ്റോ ഉള്ള രാജ്യങ്ങളാണ് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നേരെ കയറിയിട്ട് ആക്രമിക്കും. പരിഹസിക്കുകയും കൂടിയും വേണ്ട, എല്ലാം തന്നെ കയറി അങ്ങോട്ടേക്ക് ആക്രമിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് കൊറിയൻ്റെ അടുത്ത് പോകാത്തത്? ഇത്രയും പറഞ്ഞിട്ടും. പക്ഷെ എന്നിട്ട് എന്താ ചെയ്തത്? ട്രംപ് ആ കൊറിയൻ പ്രസിഡന്റിനെ പോയി കണ്ട് ഒരു സൗഹാർദ്ദം സ്ഥാപിക്കുകയാണ് ചെയ്തത്. റഷ്യനെ ആക്രമിക്കാൻ നോക്കുന്നുണ്ടോ അമേരിക്ക? ധൈര്യമില്ല. ചൈനയെ ആക്രമിക്കാൻ നോക്കുന്നുണ്ടോ? ഇല്ല.
പക്ഷേ ലോകത്തിൻ്റെ ഈ ചൈനയും റഷ്യയും കൂടി ആ ദേശം തന്നെ എത്ര ജനങ്ങളുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പം ലോകത്തിൻ്റെ ഏകദേശം പകുതി ജനം അപ്പുറമുള്ളത്. എന്നിട്ടും നമ്മൾ പറയുന്നത് എന്താണ്? അമേരിക്കൻ്റെ പോലീസ്, അല്ല, അമേരിക്കയാണ് ലോകത്തിൻ്റെ പോലീസ്. ഇപ്പം ലോകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തില്ല? റഷ്യയില്ല, ഉത്തര കൊറിയയില്ല, ചൈനയൊന്നുമില്ല. അവരെല്ലാം നിസ്സാരന്മാരായിട്ട് കണ്ടിട്ട് അവരെല്ലാം കീഴ് കേസ്. ലോകം എന്ന് പറഞ്ഞാൽ നമ്മളാണ്. നമ്മുടെ പോലീസാണ് അമേരിക്ക. മറ്റുള്ളവർ റഷ്യയല്ല, അവരെല്ലാം നിസ്സാരം, അവരൊന്നുമില്ല. ഇത്തരത്തിൽ അപഹസിക്കുന്ന തരത്തിലാണ് ഇന്നും നമ്മൾ കാണുന്നത്. അതേ ശൈലി തന്നെയാണ് ഇവിടെ ആര് കൗരവർ പറയുന്നത്. അവരെല്ലാം നമ്മൾ ഔദാര്യത്തിലായ നിസ്സാരന്മാർ. എന്നിട്ട് എന്താ പറയുന്നത് നോക്കാം. യദുപുത്രൻ, ഈ യദുപുത്രൻ്റെ പിടിച്ചു കെട്ടാനാണല്ലോ പറഞ്ഞത്. 4 പറയുകയാണ്, ബന്ധനത്തെ പറ്റി അറിഞ്ഞ് അവനെ പിടിച്ചു കെട്ടണം. യാദവർ ഇങ്ങോട്ട് വരികയാണെങ്കിൽ, ഇനി അഥവാ ഇവരെ പിടിച്ചു കെട്ടിയിട്ട് അതറിഞ്ഞുകൊണ്ട് യാദവർ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഗർഭം തീർത്തിട്ട് അവരുടെ ഇന്ദ്രിയങ്ങളെയെല്ലാം നമുക്ക് അടിച്ച് തകർത്ത് വിട്ടേക്കാം. അവരിങ്ങോട്ട് ചോദിക്കാൻ വരികയാണെങ്കിൽ, യാദവരിങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് അവരെ ശരിയാക്കി വിട്ടേക്കാം. എന്നിട്ടോ ഇങ്ങനെ പറഞ്ഞിട്ട് കർണൻ, ശല്യൻ, ഭൂരിശ്രവാസ്, യജ്ഞകേതു, ദുര്യോധനൻ എന്നിവർ ഭീഷ്മ പിതാമഹന്റെ, അവരുടെ തലവനായിട്ടിരിക്കുന്നത് ഭീഷ്മ പിതാമഹനാണ്. ദുര്യോധനനാണ് രാജാവ്. എങ്കിലും എല്ലാത്തിൻ്റെയും ആ ഒരു തലപ്പത്ത് ഭീഷ്മരാണുള്ളത്. അവരുടെ ബലത്തിലാണ് കളിക്കുന്നത്. അപ്പോൾ അവരുടെ അനുവാദത്തോടു കൂടെ സാംബവനെ ബന്ധിക്കുവാൻ അവർ തീരുമാനിച്ചു. എന്നിട്ട് 6 പറയുകയാണ്, സാമ്പൻ ദുര്യോധനാദികൾ പിന്തുടരുന്നത് കണ്ടിട്ട് അവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവൻ നല്ലൊരു വില്ലെടുത്ത് കൈമ പിടിച്ചു. ഏതുപോലെ? സിംഹം ഏകനായിട്ട് നിൽക്കുന്നത് പോലെ. സിംഹം എതിരിടാൻ വേണ്ടിയിട്ട് കൂട്ടുപിടിക്കുകയൊന്നുമില്ല, സ്വന്തം ശക്തിയിൽ തന്നെ അങ്ങനെ നിൽക്കും. അതുപോലെ ഇവൻ ഒറ്റക്ക് അവരെ എതിരിടാൻ വേണ്ടിയിട്ട് ഒരു വില്ലു എടുത്തിട്ട് സിംഹം നിൽക്കുന്ന പോലെ നിന്നു. അപ്പം 7 കർണൻ്റെ നേതൃത്വത്തിലാണ് അവർ സാമ്പനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് വന്നത്. അവരെന്ത് ചെയ്തു? നില്ലട എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അമ്പുകൾ കൊണ്ട്, അസ്ത്രങ്ങൾ കൊണ്ട് മൂടി. കർണനല്ലാണല്ലോ. അപ്പോൾ അത്രയും അസ്ത്രങ്ങൾ പ്രയോഗിച്ചു അവൻ്റെ നേരെ. എല്ലാവരും കൂടിയിട്ടാണ് പ്രയോഗിച്ചത്, ഇവന് ഒറ്റക്കാണ്. അപ്പോൾ ഇവർ അപമാനിക്കുകയാണ്. കൃഷ്ണന്റെ പുത്രനെയല്ലേ അപമാനിക്കുന്നത് എന്ന് കണ്ട അവനെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒരു സിംഹം കണക്കെ മറ്റുള്ളവരെ എല്ലാം നിസ്സാരമായി, മറ്റുള്ള മൃഗങ്ങളായിട്ട്, ഒരു സിംഹം മറ്റുള്ള മൃഗങ്ങളെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ അവൻ അവരെ നേരിട്ടു. അവരെ എല്ലാം ധൈര്യത്തോടു കൂടി നേരിട്ടു എന്ന് പറയുന്നത്. കൃഷ്ണന്റെ പുത്രനാണല്ലോ. അവൻ കർണനടക്കം 6 പേരെയും മുഴുവനും രഥത്തോടൊപ്പം ഒരേ സമയത്ത് വെവ്വേറെ അമ്പുകൾ എയ്തു എന്ന് പറയുകയാണ്. എങ്ങനെയാണ് അമ്പ് ചെയ്തത് എന്ന് വെച്ചാൽ, കർണനടക്കം 6 പേർക്കെതിരായിട്ട് ഒരേ സമയം അമ്പുകൾ എയ്തു. എങ്ങനെയാണ് എഴുതത് 10 പറയുന്നു, 4 അമ്പുകൾ കൊണ്ട്, ഒരേ സമയം 4 അമ്പ് കൊണ്ട് ഒരു രഥത്തിൻ്റെ 4 കുതിരകളെ അങ്ങ് തട്ടി. പിന്നെ ഒരമ്പ് കൊണ്ട് അതിൻ്റെ രഥത്തിൻ്റെ സാരഥിയെയും തട്ടി. എന്നിട്ട് വേറൊരമ്പ് കൊണ്ട്. അപ്പം ഇതെല്ലാം കാണിച്ചുകൊണ്ട് അങ്ങനെ സാംബവന്റെ പ്രവർത്തികളെ കണ്ടപ്പോൾ ശത്രുക്കൾക്ക് തന്നെ തോന്നി? അവനോട് ബഹുമതി തോന്നി. എന്നിട്ട് അവരാകട്ടെ എന്ത് ചെയ്തു? ആ കുമാരനെ രഥഹീനനാക്കി. എല്ലാവരും കൂടിയിട്ടാണ്. അവരെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ, 4 പേര് 4 കുതിരകൾ. ഇവൻ ഒരാൾ മറ്റവരുടെ 4 കുതിര, ഒരു രഥത്തിൻ്റെ 4 കുതിര തകർത്തപ്പോൾ ഒരൊറ്റ ആൾ തന്നെ അമ്പയച്ചിട്ട് അവർ 4 പേര് കൂടിയാണ് ഇവൻ്റെ 4 കുതിരകളെ തകർത്തത് രഥത്തിൻ്റെ.
വേറൊരാള് രഥത്തിന്റെ സാരഥിയെ തട്ടി, വേറൊരാള് അസ്ത്രം കൊണ്ട് ഇവന്റെ രഥത്തെ മറച്ചിട്ടു. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ആ കുമാരനെ രഥഹീനനാക്കി. ബന്ധിച്ച ശേഷം അവർ വിജയികളായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കുമാരനെയും അവരുടെ കൂടെ കല്യാണം കഴിച്ച ആ തട്ടിക്കൊണ്ടുപോയ കന്യകയെയും കൂട്ടിക്കൊണ്ട് സ്വനഗരത്തിലേക്ക് ചെന്നു. 13 നാരദനിൽ നിന്നും ഇതറിഞ്ഞ ഉഗ്രസേന രാജാവ് അവരാൽ പ്രേരിതരായിട്ട്, അപ്പൊ രാജാവ് അവിടെ കൃഷ്ണനല്ല രാജാവ്, ഉഗ്രസേനയാണല്ലോ രാജാവാക്കിയിരിക്കുന്നത്. അപ്പം ഇത് കേട്ടപ്പോൾ നാരദനിൽ അറിഞ്ഞു എന്നാണ് കഥയിൽ ഇങ്ങനെ പറയണല്ലോ. യഥാർത്ഥത്തിൽ ഇന്നല്ല അറിയുന്നത് പത്രത്തിലൂടെയും മാധ്യമങ്ങളിലൂടെയല്ല. പത്രങ്ങളും മാധ്യമങ്ങളും എല്ലാം നാരദന്മാർ തന്നെയാണ്, അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരാൽ പ്രേരിപ്പിക്കപ്പെട്ട യാദവന്മാര്, അവരുടെ കുമാരന്മാര്, യാദവന്മാരിലെ ഏറ്റവും യുവാക്കൾ, അവരുടെ രക്തമാണല്ലോ തിളക്കുക. അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ചട്ടയെല്ലാം കെട്ടിയിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു. അതായത് രാജാവിന്റെ പ്രേരണയാല് യുവാക്കളായവര് അവരുടെ രക്തം തിളച്ചു. അവരെ പടച്ചട്ടയായിട്ട് ഏറ്റുമുട്ടാനായിട്ട് പുറപ്പെട്ടു. അപ്പൊ രാജാവ് യഥാർത്ഥത്തിൽ ഭാവിയിലെ ശത്രുവിന്റെ മകളെയാണ് തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ശത്രു രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ഒരു സ്വയംവരം. ഇവക്ക് അച്ഛനും സഹോദരങ്ങളും എല്ലാം കൂടിയിട്ട് ഒരു കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ്. മകൾക്ക് ആരെ കെട്ടണം എന്ന് അവരാണ് തീരുമാനിക്കുന്നത്. ഏത് ഇവിടുത്തെ വ്യവസ്ഥിതിയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ശത്രുവിനൊന്നും കല്യാണം കഴിച്ചു കൊടുക്കും, അങ്ങനെയല്ലാണ്. പക്ഷെ ഇപ്പുറത്തൊന്ന് ചിന്തിച്ചു നോക്കൂ. സാമ്പന് ആ പെൺകുട്ടീനെ ശത്രുവിന്റെ മോളെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ രാജാവും കൃഷ്ണനും എല്ലാം എന്താ പറയുന്നത്? അതിനെ കെട്ടാൻ പാടില്ല, അത് നമ്മുടെ ശത്രുവിന്റെ ആളാണെന്നൊന്നും പറയുന്നില്ല. അപ്പൊ ഇപ്പുറത്തെ വ്യവസ്ഥിതിയാണ് പറയുന്നത്. ഇപ്പുറത്തെ വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. ഭേദഭാവങ്ങളില്ല, ജാതി മതവും ഒരു ചുക്കുമില്ല, പണത്തിന്റെ ഭേദഭാവങ്ങളൊന്നുമില്ല. അപ്പോഴും ഓരോ ആൾ അവർക്ക് ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചു കൊടുക്കുക. ഇതിനു മുമ്പിലും നമ്മൾ കണ്ടു കഴിഞ്ഞു കൃഷ്ണനും എല്ലാം അടിച്ചെടുത്ത് കൊണ്ടുപോകുന്നത്. അതിലൂടെ പറഞ്ഞു വെക്കുന്നത് ഇത്രയാണ്: അവരവരെ ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചു കൊടുക്കണം. അതിന് പിന്നെ ജാതിയും മതങ്ങളും ആർക്കും അതിൽ ഒരു തർക്കവും ഇല്ല. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. അല്ലെങ്കിൽ കൃഷ്ണൻ എന്താണ് പറയേണ്ടത്? അയ്യേ, ഞാൻ ആരാണ്? ആ ദുര്യോധന ആരാ? അവന്റെ മോളെ നീ കെട്ടാണ്, നീ ചെയ്ത ശരിയായില്ല. ഇല്ലെങ്കിൽ അവൻ ശത്രുപക്ഷത്ത് നിൽക്കേണ്ടവനാണ്, അവനെ എങ്ങനെയാണ് കെട്ടുക? ഇങ്ങനെയൊന്നും പറഞ്ഞില്ല കൃഷ്ണൻ. കാരണം അവനിഷ്ടപ്പെട്ട കെട്ടുന്നു, അതിലെത്തിയിരിക്കുന്നത് അതാണ് ശരി. അങ്ങനെയാണ്. ആ ഒരു വ്യവസ്ഥിതിയിലേക്കാണ്. നമുക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഏത് ഭാഗത്ത്? ഇപ്പുറത്തെ ഭാഗത്ത് ലോകം രണ്ടായി തിരിഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗം യദുവംശം, മറ്റേത് ദുര്യോധനാദികളുടെ എല്ലാം വംശം. ഇന്നത്തെ നിലയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പുറം ഒരു വാർസാ രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പുറത്ത് നാറ്റോ രാഷ്ട്രങ്ങൾ. സോഷ്യലിസ്റ്റ് ചേരി എന്നും പറയും, മുതലാളിത്ത ചേരി എന്നും പണ്ട് പറയുമായിരുന്നു. ഇപ്പോൾ എല്ലാം അതേ തരംതിരിവിപ്പുണ്ട്. ചെറിയ വ്യത്യാസങ്ങളല്ലേ ഉള്ളൂ. എല്ലാം കാര്യങ്ങളെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരേ തരംതിരിവ് തന്നെയാണെന്ന് കാണാം. ഇതിലേതിലാണ് കൃഷ്ണനെന്നോ ഏതിലാണ് ദുര്യോധനാദികളെന്നോ എല്ലാം അവരവരുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിച്ചാൽ മനസ്സിലാകും. അപ്പോൾ 14 മുതൽ 15 വരെ ബലരാമനാകട്ടെ. അപ്പം ബലരാമൻ എന്ത് ചെയ്തു? ചട്ട കെട്ടി നിൽക്കുന്ന അവരെയെല്ലാം സമാധാനിപ്പിച്ചു. ഇവർ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ബലരാമൻ പൊതുവെ സമാധാനപ്രിയനാണ്. കാരണം നമുക്ക് ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഇവർ തമ്മിൽ യുദ്ധം ഇല്ലാതാക്കാൻ എപ്പോഴും സമാധാനത്തിലൂടെ ഒന്നൊരു വഴിയിലൂടെയാണ് പോവുക.
യുദ്ധം നടത്തുമ്പോൾ പറയും ഇപ്പം നിർത്തണം, പെട്ടെന്ന് വെടിനിർത്തൽ നടത്തണം. എൻ്റെ വെടിനിർത്തൽ നടത്തും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും അടിസ്ഥാന പ്രശ്നങ്ങൾ സോൾവ് ആകാതെ ഒന്നും പ്രശ്നം തീരാൻ പോകുന്നില്ല. ഇങ്ങനെ യുദ്ധം നടക്കുമ്പോൾ പെട്ടെന്ന് വെടിനിർത്തും, പ്രശ്നം രണ്ടു ഭാഗത്തും തീരൂല. പിന്നെ ഇവർ അടിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ ഏത് സമയം അടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കൃഷ്ണൻ അവസാനം എന്ത് പറ്റി, ഇതൊന്നും ഇങ്ങനെ പോകുന്നില്ല, ശരിക്കും അടിച്ചു തീർക്കണം, ധർമ്മം ജയിക്കണം. അതാണ് കൃഷ്ണന്റെ തത്വം. പക്ഷെ ഇവിടെ ബലരാമൻ അതല്ല. ഏകദേശം അടിക്കുമ്പോൾ അതിനാണല്ലോ നമ്മൾ UNO സ്ഥാപിച്ചിരിക്കുന്നത്. ഏത് പ്രശ്നം ഉണ്ടാകുമ്പോൾ UNOയിൽ വെച്ചിട്ട് ഒരു ചർച്ചയെല്ലാം ഭരിച്ച് ഒരുമാതിരി മധ്യസ്ഥത്തിൽ അങ്ങ് തീർക്കുന്ന പരിപാടി. അതുകൊണ്ട് പ്രശ്നം തീരും. എപ്പോഴും അടിക്കാനേ നേരം ഉണ്ടാവും. പിന്നെ മധ്യസ്ഥ ഇടപെട്ട് കുറച്ചു കാലം നിർത്തും, പിന്നെയും അടിക്കും, പിന്നെയും നിർത്തും. നമുക്ക് കാണുന്നില്ലേ ചരിത്രത്തിൽ? ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ബലരാമനും. എന്ത് ചെയ്തു? അവരോട് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, സൂര്യനെ പോലെ കാന്തിയുള്ള തേരിലേറിയിട്ട് ഗ്രഹങ്ങളുടെ നടുവിൽ ചന്ദ്രൻ ശോഭിച്ച് നിൽക്കുന്നത് പോലെ അദ്ദേഹം രഥത്തിലേറിയിട്ട് എന്തു ചെയ്തു? ബ്രാഹ്മണരെയും യാദവ വംശത്തിലുള്ള വൃദ്ധജനങ്ങളെയും കൂട്ടിക്കൊണ്ട് ഹസ്തിനപുരത്തിലേക്ക് പോയി. ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവരെ, മധ്യസ്ഥത്തിന്. ക്ഷത്രിയരാണല്ലോ ഏറ്റുമുട്ടുക. ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ എന്തിനാ വെറുതെ ഏറ്റുമുട്ടുന്ന മധ്യസ്ഥത്തിന്? അപ്പം നല്ല ആൾക്കാരെയും സമാധാനപ്രിയരെയും പിന്നെ വയസ്സന്മാർക്ക് എന്ത് പറയും? വെറുതെ എന്തിനാ ഈ അടിപൊളി കൂടുന്നത്, നമുക്ക് ഇങ്ങനെ പറഞ്ഞു നിർത്താം. ഇപ്പം യുവാക്കളെയെല്ലാം മാറ്റി നിർത്തിയിട്ട് ഒരു തന്ത്രം പ്രയോഗിച്ചതാണ്. അപ്പം ദുര്യോധനാദികളെ കാണുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക? വയസ്സന്മാരാണ് വരുന്നത്, പിന്നെ ബ്രാഹ്മണന്മാരാണ്, യുദ്ധം പോലും ചെയ്യാൻ അറിയാത്ത ആൾക്കാർ. അതുകൊണ്ട് എന്തോ സമാധാനത്തിന് വരുന്നതാണ്, അല്ലാതെ ഏറ്റുമുട്ടലുണ്ട്. അതൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആൾക്കാരെയും കൂട്ടിയിട്ടാണ് ചെന്നത്. ഹസ്തിനപുരത്തിലേക്ക് പോയി. നമ്മൾ ശരിയായിക്കോളാം, നിങ്ങളൊന്നും പോകണ്ടെന്ന് പറഞ്ഞ് ഏറ്റുമുട്ടലില്ലാതെ. കാരണം എന്തുകൊണ്ട്? കലികാലത്തിൻ്റെ മലിനതയെ ദൂരീകരിക്കുന്ന അദ്ദേഹം കലികാലത്തിലെ, അതായത് ഇതിപ്പം കലികാലത്തിൽ സംഭവിക്കുന്ന സംഭവമാണ്. യഥാർത്ഥത്തിൽ കലികാലത്തിലാണ്. നമ്മളെന്താ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കൃഷ്ണൻ്റെ കാലഘട്ടം. യഥാർത്ഥത്തിൽ കൃഷ്ണൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗത്തിലാണ് ഈ സംഭവങ്ങൾ മാക്സിമം എത്തുന്നത്. ഇപ്പം ദ്വാപരയുഗം കഴിഞ്ഞിട്ട് കലിയുഗമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ യുദ്ധമെല്ലാം സംഭവിക്കുന്നത്. അത് കലിയുഗത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ, അതായത് നമ്മൾ ഇന്നുള്ളതിൻ്റെ കാലഘട്ടത്തിലാണ് ഈ യുദ്ധങ്ങളെല്ലാം നടക്കുന്നത്. ഇപ്പം കലികാലത്തിൻ്റെ മാലിന്യങ്ങളെയെല്ലാം ദൂരീകരിക്കാൻ വന്ന ആളാണ് ആര്? ഈ ബലരാമൻ. അദ്ദേഹം എന്തിഷ്ടപ്പെട്ടില്ല? കൗരവരും യാദവരും തമ്മിൽ ഏറ്റുമുട്ടുന്നത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിന് ഒരു ഏറ്റുമുട്ടൽ അത്ര ഇഷ്ടമില്ല. അതേ അധർമ്മത്തിനല്ലേ എതിരെ തന്നെയാണ്. പക്ഷെ വെറുതെ എന്തിനാ ഏറ്റുമുട്ടുന്നത്? പറഞ്ഞു തീർക്കുക, എല്ലാം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ. ഇന്നുള്ള അവസ്ഥ, ഇന്നത്തെ യുദ്ധത്തിലേക്ക് പറഞ്ഞത് തടുത്ത് വെച്ച് അവസാനം ഇപ്പം ശരിയായ ഏറ്റുമുട്ടലിൻ്റെ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന്. ഇതല്ല ഇതിൻ്റെ മുമ്പിലത്തെ കാലഘട്ടം. 16 ബലരാമൻ ഹസ്തിനപുരത്തിലെ ഉദ്യാനത്തിലെത്തിയിട്ട് ഉദ്ധവരെ, ഒരു മധ്യസ്ഥം പറയാൻ പറ്റിയ കക്ഷിയാരാണ്? ഉദ്ധവരാണ്. അപ്പോൾ ഉദ്ധവരെ കൗരവരുടെ മനസ്സറിയാൻ വേണ്ടിയിട്ട് ധൃതരാഷ്ട്രരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അവരുടെ മനസ്സെന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട്. 17 അദ്ദേഹം ധൃതരാഷ്ട്രർ, ഭീഷ്മർ, ദ്രോണർ, ദുര്യോധനാദികളെ എല്ലാം പോയി മുറപ്രകാരം വണങ്ങി. ആക്രമത്തിൽ എല്ലാവരെയും ഉദ്ധവർ പോയി വണങ്ങി ബലരാമൻ വന്നിരിക്കുന്നതായി അറിയിച്ചു. ഇങ്ങനെ ബലരാമൻ അവിടെ വന്നിരിക്കുന്നുണ്ട് ഉദ്യാനത്തിൽ എന്ന് ഇവരോട് അറിയിച്ചു. 18 അവരെല്ലാം തങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്ത് വന്നതറിഞ്ഞ് ഉദ്ധവരെ സൽക്കരിച്ചു. അപ്പം ഇദ്ദേഹത്തോട് വലിയ ദേഷ്യമൊന്നുമില്ല. കാരണം ഇദ്ദേഹം ഒരു മധ്യസ്ഥന്റെ നിലയിൽ പോകുന്നവനാണ് ആര്? ബലരാമൻ. കൂടാതെ ദുര്യോധനനെ പഠിപ്പിച്ചത് ആരാണ്? അതുകൊണ്ട് ദുര്യോധന കുറേ ആയുധങ്ങളെ, വിദ്യകളെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഗുരുവാണ് ആര്? ഈ ബലരാമൻ.
കൃഷ്ണനെയാണ് തീരെ വിശ്വാസമില്ലാതെ. കൃഷ്ണൻ പിന്നെ അധർമ്മത്തെ ഇല്ലാതാക്കാൻ എത്തിച്ചേർന്ന പൂർണ്ണ ഉത്തരവാദിത്വം കൃഷ്ണനിലാണ്. ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പിലുള്ള ഒരു ശക്തി മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് ദേഷ്യമൊന്നുമില്ല. അപ്പം അദ്ദേഹം വിട്ടതാണെന്ന് അറിഞ്ഞിട്ട് ഉദ്ധവരെയെല്ലാം നല്ലോണം സൽക്കരിച്ച് മംഗലദ്രവ്യങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നു, ബലരാമൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ആദിത്യ മര്യാദ പ്രകാരം എന്ത് ചെയ്ത് പശു, ആർഘ്യം എന്നിവയെല്ലാം നൽകി. അദ്ദേഹത്തിന് വേണ്ട ഇപ്പം നമ്മൾ വെറ്റിലിയും അടക്കയെല്ലാം കൊടുത്തിട്ട് സ്വീകരിക്കുന്ന മാതിരി സ്വീകരിച്ചു. ബലരാമൻ്റെ മഹിമകൾ അറിയുന്നവർ ശിരസ് കൊണ്ട് വണങ്ങി. അപ്പം ചിലവർക്കെല്ലാം എന്തറിയാം, ബലരാമൻ്റെ മഹിമ ശരിക്ക് അറിയാം. ആ അറിയുന്നവര്, കുരുവംശത്തിലുള്ളവര് ബലരാമനെ വണങ്ങുകയും ചെയ്തു. 20 പിന്നെ തമ്മിൽ കുശലാന്വേഷണ, സുഖം തന്നെയാണല്ലോ, അവരെ എല്ലാവർക്കും സുഖം തന്നെയല്ലോ, ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ, അങ്ങനെ ഇങ്ങനെയുള്ള എല്ലാം അവരെ അന്യോന്യം ധരിപ്പിച്ചു. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ബലരാമൻ ധൈര്യം വിടാതെ, അപ്പം ധൈര്യം ഭീരുവിനെ പോലെയല്ല, ധൈര്യം വിടാതെ തന്നെ പറയേണ്ട കാര്യം വചനത്തെ അരുളി ചെയ്തു. അതായത് ഭീഷണിപ്പെടുത്തിയിട്ട് എന്നുള്ള നിലയിലൊന്നുമില്ല, അതേസമയം പേടിച്ചിട്ട് എന്ന നിലയിലുള്ള കാര്യം ഒന്ന് വെട്ടിത്തുറഞ്ഞു പറഞ്ഞു. ആര് പറഞ്ഞു വിട്ടത്? ഉഗ്രസേനൻ. അപ്പം 21 എന്താ പറഞ്ഞത്? ഉഗ്രസേനൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കാര്യങ്ങൾ എന്നോടിവിടെ പറയാൻ പറഞ്ഞേൽപ്പിച്ച യാദവ വംശത്തിൻ്റെ രാജാവായ ഉഗ്രസേനൻ എന്നെ പറഞ്ഞേൽപ്പിച്ചത്, എന്നോട് ഇവിടെ വന്ന് പറയാൻ പറഞ്ഞ കാര്യം അതെന്തു വേണം? ബുദ്ധിയിളക്കമില്ലാത്തവരായി കേൾക്കണം. ബുദ്ധിയിളക്കമില്ലാത്തവരായിട്ട്, അതായത് വിനാശകാലേ വിപരീത ബുദ്ധി എന്ന തരത്തിൽ ബുദ്ധി വെച്ചിട്ട് കേൾക്കരുത്. ശരിയായ പോസിറ്റീവായിട്ട് അതിനെ ബുദ്ധി ഉപയോഗിച്ചിട്ട് കേൾക്കുക, എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളുക. അപ്പം കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് വേണം? ശരിയായ ബുദ്ധി ഉപയോഗിച്ചിട്ട്, അല്ലാതെ വിനാശകാലം എന്തായിരിക്കും എല്ലാം പറയുന്നതിന് തലതിരിച്ചാണ് കാണുക. ഉഗ്രസേനം പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് കേട്ടിട്ട് ശരിയായ നിലയിൽ പ്രവർത്തിക്കണം. ഉഗ്രസേന വാക്യം എന്തെന്നാൽ 22 പറയുകയാണ്, നിങ്ങൾ വളരെ പേർ കൂടിയിട്ട് ഏകനായിരിക്കുന്ന ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുവനെ അധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെയാണ് ജയിച്ച് ബന്ധിച്ചിരിക്കുന്നത്. അതായത് ഒരുത്തൻ, അതായത് കൃഷ്ണൻ്റെ പുത്രൻ സാമ്പൻ ഏകനായിട്ടാണ് യുദ്ധം ചെയ്തത്. അപ്പം ഏകനായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ശരിയായ ധർമ്മത്തിൻ്റെ വഴി എന്താണ്? ഒറ്റക്ക് തന്നെ എതിർക്കണം. അങ്ങനെയല്ല ഇത്, നിങ്ങൾ കൂട്ടം കൂടിയിട്ടാണ് ആക്രമിച്ചത്, അത് അധർമ്മമാണ്. എന്നിട്ട് അധർമ്മത്തിൻ്റെ വഴിയിൽ കൂടിയാണ്, അവൻ ധർമ്മത്തിൻ്റെ രീതിയിലാണ് യുദ്ധം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അധർമ്മമായിട്ട് എല്ലാവരും കൂടിയും വളഞ്ഞിട്ടിരുന്ന് അവനെ തോൽപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? അവനെ ബന്ധിച്ചു. അത് ബന്ധുക്കൾ തമ്മിലുള്ള ഐക്യം വേണമെന്ന കാരണത്താൽ പൊറുത്തിരിക്കുന്നു. അതുകൊണ്ട് ഉഗ്രസേനൻ എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മളെല്ലാം ബന്ധുക്കളാണ്. ആ നിലയിൽ നിങ്ങൾ തെറ്റാണ് ചെയ്തതെങ്കിലും നമ്മൾ പൊറുത്തിരിക്കുകയാണ്, നമുക്ക് പ്രശ്നമൊന്നുമില്ല. എന്തുകൊണ്ട് പൊറുത്തിരിക്കുന്നു? അപ്പം 23 ബലരാമൻ്റെ ഇത്തരം വാക്കുകൾ കേട്ട് കോപിച്ച കൗരവർ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവരുടെ ബുദ്ധിയെല്ലാം നേരെ തിരിഞ്ഞ്. വാക്കുകൾ കേട്ട് കോപിച്ച കൗരവർ പറഞ്ഞു, അമ്പോ, അവർ പരിഹസിക്കാൻ തുടങ്ങി. 24 ഇത് വലിയ ആശ്ചര്യമായിരിക്കുന്നു. എന്താ ഈ പറയുന്നത്? ഇത് വലിയ ആശ്ചര്യമായിരിക്കുന്നു. കാലത്തിൻ്റെ പോക്ക് അലംഘനീയം തന്നെ. കാലം പോയൊരു പോക്കേ നമ്മൾ പറയില്ലേ? ഓ, കാലം പോയൊരു പോക്കേ. ഇവനെല്ലാം പണ്ട് ഏത് നിലയിലായിരുന്നു, ഇപ്പം ഇവനെല്ലാം കയറിയിട്ട് തലയിൽ കയറാൻ പോകുന്നതെന്നെല്ലാം നമ്മൾ പറയില്ല. അതുപോലെ കാലത്തിൻ്റെ പോക്ക് അലംഘ്യം തന്നെ. വെറുമൊരു ചൊരിപ്പ്. ഇവരൊരു ചെരുപ്പിന് സമാനമാണ്. ആര്? യാദവര്. വെറുമൊരു ചെരുപ്പ്. ഇവിടെ പറഞ്ഞതാരാണ്? ബലരാമൻ. അപ്പോൾ ബലരാമൻ്റെ ചെരുപ്പ് തന്നെ
ഉഗ്രസേനനും എല്ലാം ചെരുപ്പനാണ്. എല്ലാം എല്ലാം ചൂടി വെച്ചിരിക്കുന്ന തലയിൽ കയറാൻ പോവുകയാണ്. അപ്പം തല എന്ന് പറഞ്ഞാൽ എല്ലാം ഉള്ള തല കൗരവര്, ഇപ്പുറത്തുള്ളവർ വരും ചെരുപ്പ്. അപ്പൊ അതിശയം തന്നെ, അവർ ഈ ആളെ തലയിൽ കയറാൻ പോവുകയാണ് ചെരുപ്പ്. ഇനി 25 ഈ യാദവർ വിവാഹ ബന്ധത്തിലും എല്ലാം കൂടിയിട്ട് നമ്മളുമായിട്ട് ബന്ധം ഉണ്ടായിട്ടുണ്ട്. അത് ശരിയാണ്. എങ്ങനെയല്ലോ വിവാഹത്തിലൂടെയെല്ലാം നമ്മൾ തമ്മിൽ പല ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മോടൊപ്പം കിടപ്പ്, നടപ്പ്, ഇരിപ്പ് എന്നിവയെല്ലാം ഉണ്ടായിട്ടുണ്ട്. വിവാഹ ബന്ധത്തിലൂടെയും മറ്റും നമ്മൾ തമ്മിൽ എന്തെല്ലോ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളാൽ നൽകപ്പെട്ട രാജാധികാരമാണ്. ഇവർക്കെല്ലാം രാജാധികാരം കൊടുത്തിരിക്കുന്നത് തന്നെ നമ്മളാണ്. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഉള്ളത് നമ്മൾ കൊണ്ടുത്തതാണ്. അതായത് മറുവശത്തുള്ളത് നമ്മൾ ഔദാര്യം കൊണ്ട് ആ ബന്ധത്തിലുള്ളതിൻ്റെ പേരിൽ ആ അവരുടെ സിംഹാസനങ്ങളെല്ലാം നമ്മൾ നിങ്ങൾ കയറി ഭരിച്ചോ എന്നെല്ലാം പറഞ്ഞിട്ട് കൊടുത്തതാണ്. അതായത് അതാണ് നമ്മൾ നിസ്സാരന്മാരായിട്ട് കാണുന്നത്. അതുകൊണ്ടല്ലേ നമ്മളെന്ത് പറയുന്നത്, ലോകത്തിൻ്റെ പോലീസ് ആരാണ്? അമേരിക്കയാണ്. ലോകത്തിൻ്റെ പോലീസ് അമേരിക്ക എന്ന് പറഞ്ഞാൽ റഷ്യൻ്റെയും ചൈനേൻ്റെയും ഉത്തര കൊറിയൻ്റെയും എല്ലാം പോലീസ് അമേരിക്കയാണ്. പിന്നെ അവരെല്ലാം എന്താ വിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വിട്ടിരിക്കുക, നിസ്സാരന്മാരായിട്ട് കളഞ്ഞിരിക്കുകയാണ്. ആര്? മറുപക്ഷം റഷ്യ. അവസരാണ് അവരെല്ലാം നിസ്സാരന്മാർ, ഒന്നിനും കൊള്ളില്ല. അവന്മാരെ പഴഞ്ഞ ആയുധങ്ങൾ കുറേ ഉണ്ടായാലും ദരിദ്രവാസികൾ എന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ ലോകം തന്നെ അവരെ ഒരുമാതിരിയായിട്ട് മാറ്റിയിട്ട് ഇവര് നമ്മളാണ് ലോകത്തിൻ്റെ പോലീസ്. ഇത് ലോകത്തിൻ്റെ പോലീസ്, ലോകം 2 ധ്രുവമായിട്ട് അവരെ പോലീസാണ്. എന്നാൽ നമ്മുടെ ദേശത്തിൻ്റെ പോലീസ് എന്ന് പറയുകയാണെങ്കിൽ മനസ്സിലാക്കാം. ഇത്രയും സ്വയം ഒരുമാതിരി അവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഇവിടെ പറയുന്നുണ്ട്, നോക്കാം. നമ്മളുടെ ഉപേക്ഷയാൽ നമ്മൾ പോട്ട് അവരങ്ങ് ജീവിച്ചു പോട്ട് എന്ന് വെച്ചത് കൊണ്ടാണ് അവർ വെഞ്ചാമരങ്ങളും ശംഖും വെൺകൊട്ടക്കുടിയും കിരീടവും സിംഹാസനവും എല്ലാം അവർ ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപേക്ഷ കാണിച്ചു, അവരവിടെ ഇരുന്ന് ഭരിച്ചു പോയിക്കോട്ടെ. ഇത് റഷ്യയും ഉത്തര കൊറിയയും എല്ലാം അങ്ങനെ ഭരിച്ചു പോയിക്കോട്ടെ. നമ്മൾ ഉപേക്ഷ ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ അവന്മാരെ ഇതിനു മുമ്പ് അവരെയെല്ലാം പിടിച്ചെടുത്തിരുന്നു എന്ന ഭാവത്തിലാണ് സംസാരിക്കുന്നത്. നമ്മളെ ഇന്നത്തെ നാട്യവും അതുപോലെ തന്നെയാണ് നമ്മളും. ആ ഒരു ധാരണയിലാണ് നമ്മൾ പറയുന്നത് ലോകത്തിൻ്റെ പോലീസാണെന്ന് അമേരിക്ക. അതെല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. ഉത്തര കൊറിയ പോലും അംഗീകരിച്ചിട്ടില്ല. അവരവിടെ ഇരുന്ന് എന്തെല്ലാം തെറി പറഞ്ഞു എന്നിട്ട് എന്തെങ്കിലും ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. കിം ജോങ് ഉൻ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് അങ്ങോട്ട് പോയിട്ട് സൗഹൃദം ഉണ്ടാക്കിയാണ് ചെയ്തത്. നമ്മൾ സൗഹൃദം ഉണ്ടാക്കിയെടുക്കാമെന്ന്. പിന്നെ റഷ്യയോടുള്ള കാര്യം പറയേണ്ട ആവശ്യമുണ്ട്. പോട്ടെ. പക്ഷേ ചരിത്രമാണ് ഇവിടെ പറയുന്നതെന്ന് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച കാലം ഇങ്ങനെ പോവുകയുള്ളൂ. അത് കഥരൂപത്തിൽ ഇവിടെ പറയുന്നു. കൊടുത്തവൻ്റെ 27 പറയാണ്, നമ്മൾ കൊടുത്തതാണ് അവർ ജീവിച്ചു പോട്ടെ എന്ന് വെച്ചിട്ട്, ഭരിച്ചോട്ടെ എന്ന് വെച്ചിട്ട്. കൊടുത്തവൻ്റെ തിരിച്ചടിക്കുന്ന യാദവന്മാർക്ക് രാജകീയ ചിഹ്നങ്ങൾ മതിയായി. അവർ ഇനി രാജകീയ ചിഹ്നങ്ങളൊന്നും അവർക്ക് അനുവദിച്ചു കൊടുക്കാൻ ആവശ്യമില്ല. കാരണം പാമ്പിന് അമൃത് കൊടുത്ത കൈക്ക് തന്നെ പാമ്പെന്ത് ചെയ്യും? കൊത്തും. അതുപോലെ നമ്മൾ നമ്മുടെ കരുണ കൊണ്ട് അഭിവൃദ്ധിപ്പെട്ട അവർ സങ്കോചമില്ലാതെ നമ്മളെ ഇന്ന് കൽപ്പിക്കുകയാണ്. നമ്മളെ ഔദാര്യം കൊണ്ടാണ് അവരെങ്ങനെ വാർസാരാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ യാദവര് അങ്ങനെ അവർ ജീവിച്ചു പോകുന്നത്. നമ്മൾ വിചാരിച്ചിരുന്നെങ്കിൽ ഇരുമ്പമ്പടി അടുത്ത് ദൂരത്ത് കളയാൻ, പിന്നെ പോട്ടെ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഔദാര്യം കാണിച്ചപ്പോൾ അവരിപ്പം കയറിയിട്ട് നമ്മളോട് കൽപ്പിക്കുകയാണ്. എന്ത്? നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു എന്നെല്ലാം പറയുകയാണ്. എന്നിട്ട് 28 പറയാണ്,
ഇന്ദ്രൻ പോലും ഭീഷ്മരും ദ്രോണരും അർജുനനും എല്ലാം അനുവദിച്ചതല്ലാതെ ഇന്ദ്രൻ പോലും അതിലൊന്നും തലയിടുകയില്ല. കാരണം എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിക്കുന്ന ആരാണ്? ഇന്ദ്രനാണ്. അപ്പോൾ ഭീഷ്മരും ദ്രോണരോ അർജുനനോ എല്ലാം ഇന്ദ്രൻ എന്തോ കർമ്മം ചെയ്യുമ്പോഴാണ് ഇന്ദ്രൻ ഏറ്റെടുക്കുക. അതിപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഇന്ദ്രൻ കയറി വരികയുള്ളൂ. അല്ലെ നമ്മളെ കൊണ്ട് ഇന്ന ജോലി ചെയ്യുന്നൊന്നും ഇന്ദ്രൻ നിർബന്ധിക്കില്ല. ഇന്ദ്രന്റെ ജോലി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ പൂർത്തിയാകും. നമ്മൾ വേദങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരു ആട് ഒരിക്കലും സിംഹത്തിന്റെ പരിധിയിൽ കയറിയിട്ട് പുല്ല് മേയുകയില്ല. അതുപോലെയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവരാണ്. സിംഹമാണ് ലോകത്തിന്റെ ആര്? ഈ കൗരവര്. അങ്ങനെയുള്ളിടത്താണ് ഈ യാദവര് വന്നിട്ട് മേയാൻ നടക്കുന്നത്. എന്നിട്ട് 29 ശ്രീ സുഖൻ പറയുകയാണ്, ജനനത്തിൻ്റെയും, ഇനിയാണ് ആ പറയുന്നതിൻ്റെ പ്രാധാന്യം, ജനനത്തിൻ്റെയും ബന്ധുക്കളുടെയും മഹിമയാൽ മുഴുത്ത മതത്തോടുകൂടിയ, അപ്പം ജനിച്ചത് കൊണ്ട് നമ്മളെല്ലാം വലിയ ഇതായിട്ട് ജനിച്ചവരാണ്. ജനിച്ച മഹാത്മ്യം ഇതൊന്നും ആർക്കില്ല, അപ്പുറത്തെ പക്ഷത്ത് ഇല്ല. ജനിച്ചുകൊണ്ടൊന്നും ആരും വലിയതൊന്നും ആകുന്നില്ല. ഞാൻ ഇന്ന കുലത്തിൽ ജനിച്ചതാണ്, ഇങ്ങനെയെല്ലാം എന്തെല്ലോ മതമുണ്ട് ഈ നാട്ടുകാർക്ക്. അപ്പോൾ നമ്മൾ മറ്റേ ഇന്ന മതത്തിൽ ജനിച്ചാണ്, അല്ലെ ഇന്ന ജാതിയിൽ ജനിച്ചതാണ്, അല്ലെ ഇന്ന കുടുംബത്തിൽ ജനിച്ചതാണ്. ഇങ്ങനെയുള്ള ചിന്താഗതികളാണ് ഈ നാട്ടിലുള്ളത്. അത് നമുക്കൊന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ മറ്റേ നാട്ടിൽ എന്തില്ല, അങ്ങനെ ജനിച്ചത് കൊണ്ട് വലിയവനോ താണവനോ ഒന്നും ആവില്ല. എല്ലാവരും തുല്യരാണ്. കൃഷ്ണന്റെ ഭേദഭാവമില്ലാത്ത ലോകമാണ്. ജനനത്തിൻ്റെയും ബന്ധുക്കളുടെയും, ചിലവരെല്ലാം വലിയ വില്ലന്മാരാണ്. ഭീഷ്മരുണ്ട്, ദ്രോണാചാര്യരുണ്ട്, ഇതെല്ലാം വെച്ചിട്ട് അങ്ങനെ അഹങ്കരിക്കുകയാണ്. അവരുടെ മഹിമയാലാണ് മതം മൂത്തിട്ട് അവരെയും മുകളിൽ കണ്ടുകൊണ്ടാണ് ഈ താഴെയുള്ള ചോട്ട കക്ഷികൾ പോലെയും അഹങ്കരിക്കുന്നത്. മുഴുത്ത മതത്തോടുകൂടി അസഭ്യന്മാരായ, അസഭ്യന്മാർ വർത്തമാനേ പറയുകയുള്ളൂ. അവർ ബലരാമനെ ഈ വിധം ദുർവചനം ചെയ്ത് രാജധാനിയിലേക്ക് പോയി. ഇങ്ങനെ ബലരാമനോട് ഒരുമാതിരി അപമാനിച്ചിട്ട് മധ്യസ്ഥന് വന്നതല്ലേ, തിരിച്ചു നേരെ രാജധാനിയിലേക്ക് തന്നെ പോയി. ഇനി 30 കൗരവരുടെ ദുസ്വഭാവവും. അപ്പം കൗരവരുടെ പ്രത്യേകത പറയാണ്, ദുസ്വഭാവവും ദുർവചനങ്ങളും കേട്ട ബലരാമൻ അഹങ്കാരഭാവം ധരിച്ചു, ഭയങ്കര ഭാവം ധരിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമുണ്ടായി, കണ്ണെല്ലാം വെച്ച് വന്നു. അതേസമയം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? പലതരം മതങ്ങളാൽ, ഇവരെല്ലാം പല മതങ്ങൾ, മതം എന്നല്ല, മതം പൊട്ടുക, മതങ്ങളാൽ ഗർവിഷ്ഠരായിരിക്കുകയാണ്. ഇവരെല്ലാം തലക്ക് മത്ത് പിടിച്ച് അടക്കുകയാണ് ഈ വിഭാഗങ്ങൾ. സമാധാനത്തെ, അങ്ങനെയുള്ളവര് സമാധാനത്തെ ഒരിക്കലും കാക്ഷിക്കില്ല. തലക്ക് മത്ത് പിടിച്ച് നമ്മൾ എന്തെല്ലോ ആണെന്ന് ധരിച്ചു കിടക്കുന്ന ഇവർക്ക് ഒരിക്കലും സമാധാനം കാക്ഷിക്കുകയില്ല. പശുവിന് വടി തന്നെയാണ് ആവശ്യം. അല്ല, പശുവോട് ഉപദേശിച്ച പശു വഴിക്കൊന്നും പോകില്ല. ഒരു വടി എടുത്തിട്ട് എപ്പോഴും അടിച്ചുകൊണ്ടിരുന്നാലേ ആ വഴിക്കേ പശു പോവുകയുള്ളൂ. അതുകൊണ്ട് ഇവർക്ക് ദണ്ഡനം തന്നെയാണ് പറ്റിയത്. ഇവരെയും ദണ്ഡിച്ചാലേ കാര്യം നടക്കുകയുള്ളൂ. എല്ലാവരും ഇവരോട് തത്വോപദേശം പറഞ്ഞിട്ടൊന്നും ശരിയാവില്ല എന്ന് ആർക്കും മനസ്സിലായി. ബലരാമനെ മനസ്സിലായി. എന്നിട്ട് 32 സ്വയം അദ്ദേഹം നിന്ദിക്കുകയാണ്. കടുത്ത കോപിഷ്ഠരായ യാദവരെയും കൃഷ്ണനെയും. ഇപ്പം ഞാൻ വരുമ്പോൾ മറ്റവരെല്ലാം ദേഷ്യം പിടിച്ചിട്ട് പ്രതികാരം ചെയ്യാൻ വേണ്ടി നടക്കുമ്പോഴാണ് ഞാൻ സമാധാനിപ്പിച്ചത്. അപ്പം യാദവനെയും കൃഷ്ണനെയും വേണ്ട ഏറ്റുമുട്ടലൊന്നും നമുക്ക് ശരിയായി കളയാൻ പറഞ്ഞൊതുക്കി സമാധാനം സ്വീകരിച്ച ഞാൻ ഇങ്ങോട്ട് വന്നുവല്ലോ. വന്നിട്ടെന്താ സംഭവിച്ചത്? നാണം കിട്ടു. എന്നിട്ടോ ബുദ്ധി കുറഞ്ഞവരും, ഇവർ ബുദ്ധി കുറഞ്ഞവരെ, വലിയ ബുദ്ധിയൊന്നുമില്ല കൗരവന്മാർക്ക്.
ദുരഭിമാനികളാണ്. ഇവർക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദുരഭിമാനം. ഞാനെന്തല്ലോ ആണ്, ഈ ലോകത്തിൻ്റെ പോലീസാണ് എന്നുള്ള ദുരഭിമാനവും ദുഷ്ടന്മാരും കലഹപ്രിയരുമായ ഇവർ ആവിധമുള്ള എന്നെ അവധാനിച്ച് എന്നെ വളരെ അപമാനിക്കുകയും വേണ്ടാത്ത വാക്കുകൾ എന്നോട് പറയുകയും ചെയ്തു. ഭോജന്മാർക്കും വൃഷ്ണികൾക്കും അന്ധകന്മാർക്കും രാജാവായുള്ള ഉഗ്രസേനൻ, ഇവർക്കെല്ലാം രാജാവായിരിക്കുന്നത് ആ കക്ഷിയാണ്. ആര്? ഉഗ്രസേനൻ. ആജ്ഞാധികാരം ഇല്ലാത്തവനാണത്രേ. അപ്പൊ ഇത്രയും വലിയ അധികാരത്തിലിരിക്കുന്ന ഉഗ്രസേനൻ, ഇവരുടെ എല്ലാം രാജാവായിരിക്കുന്ന ഉഗ്രസേനന് ആജ്ഞാപിക്കാൻ അധികാരമില്ല എന്നാണ് ഇവർ പറയുന്നത്. പിന്നെയോ ഇന്ദ്രാദികളായ ദിക്പാലകർ അദ്ദേഹത്തിൻ്റെ കൽപ്പന കേട്ട് നടക്കും. ഇദ്ദേഹത്തിൻ്റെ കൽപ്പന എല്ലാ ദിക്കുകളുടെയും പാലിക്കുന്ന ദിക്പാലകരടക്കം കേൾക്കും. ആരുടെ? ഉഗ്രസേനന്റെ. അങ്ങനെയുള്ള ഉഗ്രസേനന് ഇവിടെ പറയാൻ അവകാശമില്ല, കൽപ്പിക്കാൻ അവകാശമില്ല എന്നാണ് പറയുന്നത്. 35 യാതൊരാൾ സുധർമ്മ എന്ന ദേവസഭ കീഴടക്കുകയും പാരിജാതം എന്ന ദേവവൃക്ഷം കൊണ്ടുവന്ന് അനുഭവിക്കപ്പെടുകയും ചെയ്യുന്നുവോ, അപ്പോൾ ദേവന്റെ രാജധാനിയിൽ ദേവേന്ദ്രന്റെ സ്ഥലത്ത് പോയിട്ട് പാരിജാത ഏറ്റവും സുഗന്ധമുള്ള പുഷ്പത്തിന്റെ ചെടി കൊണ്ടുവന്ന് ഇവിടെ അത് അനുഭവിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗലോകത്തിലെ സുഖമാണ് എവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഈ യാദവ വംശത്തില് ഉണ്ടാക്കിയിരിക്കുന്നത്. കൃഷ്ണന്റെ ഭരണത്തില് കൃഷ്ണൻ സ്വർഗത്തിലുള്ള സുഗന്ധം ഇവിടെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ സ്വർഗസമാനമായ ഒരു ലോകമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ യാദവ വംശത്തില് ലോകം രണ്ടായി തിരിഞ്ഞുവല്ലോ. യാദവ വംശവും ദുര്യോധനാദികളുടെ കുരുവംശവും. ലോകം രണ്ടായി തിരിഞ്ഞപ്പോൾ നമ്മളാണെങ്കിലും വാർഷാരാഷ്ട്രങ്ങളും നാറ്റോ രാഷ്ട്രങ്ങളും എന്ന് വേണമെങ്കിൽ പറയാം. അല്ലേ ലോകം രണ്ടായി ധ്രുവം തിരിഞ്ഞിട്ട് അതിലൊരു പക്ഷം ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അപരാധം എടുത്തോ, പക്ഷെ കഥയായിട്ട് ചേർന്ന് വരുന്ന തരത്തിൽ എടുത്താൽ മതി. അപ്പൊ അവിടെ അത്രയും സൗഗന്ധ്യമുള്ള പുഷ്പം സ്വർഗത്തിൽ നിന്ന് പോലും അവിടെ പരിമളം പടർത്തുകയാണ് എന്ന് പറഞ്ഞാൽ ആ സ്വർഗസമാനമായ ഒരു ലോകം ഭൂമിയിൽ ഉണ്ടാക്കുകയാണ് യാദവർ ചെയ്യുന്നത്. ആ ആൾക്ക് രാജസിംഹാസനത്തിന് യോഗ്യതയില്ല പോലും. ഇത്രയും നല്ല ഭരണം സ്ഥാപിച്ച ഒരു ഉഗ്രസേനന് രാജസിംഹാസനത്തിന് യോഗ്യതയില്ല എന്നാണ് ഇവര് പറയുന്നത്. സർവസമ്പത്തിൻ്റെയും ഐശ്വര്യവാദിയായ മഹാലക്ഷ്മി യാതൊരാളുടെ കാലിലെ കാലിടയെ പരിചരിക്കുന്നുവോ, മഹാലക്ഷ്മി എല്ലാ സൗഭാഗ്യത്തിൻ്റെയും കേന്ദ്രമായ പുരുഷനും പ്രകൃതിയും, പുരുഷൻ വിഷ്ണു, പ്രകൃതി മഹാലക്ഷ്മി, അത് ഭൂമിയിലാണ്. ഭൂമി അതിലാണുള്ളത്? ഈ ശ്രീഹരിയുടെ പാദത്തിൽ. അപ്പം പാദത്തിലെ പൊടിക്ക് സമാനമാണ്. ആ പാദത്തെ പരിചരിക്കുകയാണ് ആര്? മഹാലക്ഷ്മി. ആരുടെ? ഈ ശ്രീഹരിയുടെ. അത് തന്നെയാണ് കൃഷ്ണനെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം കൃഷ്ണനാണ്, ആ ശ്രീഹരിയാണ് ഇങ്ങനെയുള്ള ഒരു ലോകം ആദ്യം സൃഷ്ടിക്കുന്നത്. കൊളോണിയലിസത്തിന് ശേഷം ലോകം രണ്ടായി തിരിഞ്ഞപ്പോൾ ആ ശ്രീഹരി തന്നെയാണ് ആദ്യം ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് ഈ സൃഷ്ടി നടത്തിയിരിക്കുന്നത്. അപ്പം എല്ലാ സൗഭാഗ്യവും ശ്രീലക്ഷ്മിയുടെ, ശ്രീ ഭഗവതിയുടെ, ലക്ഷ്മിയുടെ എല്ലാ സൗഭാഗ്യവും അവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. അതിനെല്ലാം അടിസ്ഥാന കാരണം ശ്രീകൃഷ്ണന്റെ പാത അവിടെ പതിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ആ ചിഹ്നങ്ങൾ, രാജകീയ ചിഹ്നങ്ങൾ അദ്ദേഹത്തിന് അർഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ആ രാജകീയ ചിഹ്നങ്ങൾ ഇനി ഒഴിവാക്കണം എന്നാണ് ആര്? കൗരവര് പറഞ്ഞിരിക്കുന്നത്.
സഞ്ജനസേവിതരായ ഗംഗാദി തീർത്ഥങ്ങൾ യാതൊരാളുടെ പാദപത്മത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നുവോ, സജ്ജനങ്ങൾ സേവിക്കുന്ന ഗംഗ പോലെയുള്ള നദികള് ഈ ശ്രീഹരിയുടെ പാദസ്പർശത്താലാണ് എപ്പോഴും ശുദ്ധമായിട്ട് ഒഴുകുന്നത്. ഇനിയോ ആ കാലിലെ പൂമ്പൊടി ആരുടെ തലയിലാണോ ഉള്ളത്, ആ പാദത്തിലെ പൂമ്പൊടി ആരുടെ തലയിലാണ് പതിച്ചിരിക്കുന്നത്? കൃഷ്ണനാണ് ഇങ്ങനെയൊരു ലോകമുണ്ടാക്കിയിട്ട് അതിൻ്റെ തലപ്പത്ത് ഉഗ്രസേനനെ വാഴിച്ചിരിക്കുന്നത്. പിന്നെയോ യാദരുവിൻ്റെ പാദത്തിലെ പൊടി, ആ ശ്രീഹരിയുടെ പൊടി, ആ ശ്രീഹരിയുടെ തന്നെ അംശത്തിൻ്റെ അംശമായ ബ്രഹ്മാവ്, ശിവനും ഞാനും, ഈ പറയുന്ന ആര്? ഞാനാരാണ്? ബലരാമനും. അപ്പം ആ പൊടിയാണ് ആരുടെ തലയിലുള്ളത്? ആ ശ്രീഹരിയുടെ തന്നെ അംശമായ ബ്രഹ്മാവ്, അംശത്തിൻ്റെ അംശം, ആ ശ്രീഹരിയുടെ അംശമല്ല, ആ ശ്രീഹരിയുടെ അംശത്തിൻ്റെ അംശമായ ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും ശിരസ്, എൻ്റെയും എന്ന് പറഞ്ഞാൽ ബലരാമൻ്റെയും ശിരസിൽ ആ പൊടിയാണ് പതിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ശ്രീഹരിക്ക് രാജസിംഹാസനം എവിടെയെന്നോ? അപ്പോൾ 38 യദുവംശർക്ക് കുരുവംശകർ കൊടുക്കപ്പെട്ട ഭൂദേശം മാത്രം ആശ്രയിച്ച് കഴിയുകയാണ് പോലും. ഈ യദുവംശജര് കുരുവംശര്, അതായത് ഈ ദ്രോണാചാരികളെല്ലാം കൊടുത്ത ദേശം ആശ്രയിച്ച് കഴിയുകയാണ് പോലും എന്നാണ് പറഞ്ഞത്. അതായത് ഇവരുടെ സംഭാവനയാണ് ഏത്? ഇപ്പുറത്തുള്ള യദുവംശജരുടേത്. നമ്മൾ കൊടുത്തതാണ് അവർക്ക് എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഞങ്ങൾ ചെരുപ്പുകളാണത്രേ. ആര്? ഇവർ തല എല്ലാം തികഞ്ഞവര്, ഇപ്പുറത്തുള്ളവര് വെറും ചെരുപ്പിന് സമാനം. കുരുവംശക്കാർ തലയാണത്രേ. അപ്പൊ കുരുവംശക്കാർ തല. ഇപ്പൊ ലോകം മുഴുവൻ ആരാണ്? അമേരിക്ക രാഷ്ട്രങ്ങൾ, അതിൻ്റെ പോലീസ് അമേരിക്ക. മറ്റുള്ളവര് റഷ്യ, ചൈന, മറ്റേ ഉത്തര കൊറിയ, അതെല്ലാം ചീള്, അതെല്ലാം ചെരുപ്പിന് സമാനം. അവരെല്ലാം പാരഞ്ച എന്തോ എവിടെയല്ലോ അവരവരുടെ കഷ്ടിച്ച് നമ്മളുടെ ഐതാര്യം കൊണ്ട് നമ്മൾ വിചാരിച്ചിരുന്ന അവരെല്ലാം എടുത്ത് ദൂരെ കളയുമായിരുന്നു. ഈ തരത്തിലുള്ള ഒരു ലോകത്തെ തന്നെയാണ് നമ്മളിന്ന് ലോകത്തെ ധരിപ്പിച്ചുകൊണ്ട് പോകുന്നത്. നമുക്ക് അമേരിക്കയാണ് എന്നുള്ള എപ്പോഴും ആ ചിന്തയാണ് വരുന്നത്. ലോകത്തിൻ്റെ പോലീസാണ് അമേരിക്ക. എങ്ങനെയാണ് ലോകത്തിൻ്റെ പോലീസാകുന്നത്? മറ്റവരെല്ലാം അംഗീകരിച്ചിരിക്കുന്നുണ്ടോ? ഇന്ത്യക്ക് തന്നെ നമ്മളെ നിയന്ത്രിക്കുന്ന പോലീസാണെന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളെ പോലീസാണ് അമേരിക്ക എന്ന് ഏതൊരു ഭാരതീയനാണ് പറയാൻ മനസ്സ് വരിക? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ അതല്ല അവരവരെ സ്വന്തം ചിന്തിക്കുക. എന്തൊരത്ഭുതം! എന്നിട്ട് ബലരാമൻ പറയുകയാണ്, ഇതെന്തൊരു അത്ഭുതം! സമ്പന്നത കൊണ്ട് മതം മൂർത്തവരും. അപ്പൊ ഇവര് സമ്പന്നത കൊണ്ടാണ് മതം മൂത്തിരിക്കുന്നത്. പറയുമ്പോൾ എന്താണ് പറയുക? ലോകത്തിന്റെ GDP ഏറ്റവും ഉന്നതി നമുക്കാണെന്ന്. മറ്റവർക്ക് തുച്ഛ GDP ഒന്നുമില്ല. നമ്മൾ സമ്പത്തിന്റെ ഉന്നതി അങ്ങ് നിൽക്കുകയാണ്. ഈ സമ്പത്ത് പിടിച്ചുകൊണ്ടാണ് ഇവര് മതം മുഴുത്തവരായിരിക്കുന്നത്. സമ്പന്നത കൊണ്ട് മതം മുഴുത്തവരും. ഇപ്പൊ സമ്പന്നത കൊണ്ട് മതം മുഴുത്തവർ ലോകത്തിലെ ഏത് ഭാഗമാണ്? വാർസാ രാഷ്ട്രങ്ങളാണോ നാറ്റോ രാഷ്ട്രങ്ങളാണോ? സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. സമ്പത്തിന്റെ പേര് മതം മുഴുത്തവര്. ഞങ്ങളാണ് ലോകത്തിന്റെ പോലീസ് എന്ന് ചിന്തിക്കുന്നവരാരാണ്? ഏത് വംശത്തെ പറ്റിയാണ് കൃഷ്ണൻ വിഭാവനം ചെയ്യുന്നത്? ഉന്മത്തരെ പോലെയുള്ളവരും താങ്കളെ മാത്രം ബഹുമാനിക്കും, തങ്ങളെ മാത്രമേ ബഹുമാനിക്കൂ, വേറെ ആരെയും ബഹുമാനിക്കണം. മറ്റെല്ലാം അടിമകൾ. നമ്മൾ പോലീസ്, മറ്റുള്ളവരെല്ലാം അടിമകൾ. ഇക്കരുമായ ഇവരുടെ
ചേർച്ചയില്ലാത്ത വചനങ്ങളെ യാതൊരാൾക്കാണ് പൊറുക്കാൻ കഴിയുക? ഇങ്ങനെയുള്ള ഇവരുടെ പ്രസ്താവനകളെ ആർക്കാണ് പൊറുക്കാൻ കഴിയുക? ഇനി 40 ഇപ്പോൾ തന്നെ ഭൂമണ്ഡലത്തിലെ കൗരവരെ ശൂന്യമാക്കുകയാണ്. അതുകൊണ്ട് ഈ കൗരവന്മാരെ എടുത്ത് അങ്ങ് ദൂരക്കളയാം, നശിപ്പിച്ച കളയും ഈ ലോകത്ത് നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ബലരാമൻ എന്ത് തീരുമാനിച്ചു? ഇവന്മാരെ വെച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് ആരാണ്? ആ ശക്തിയാണ്. ആ ശക്തിയാണ് ആദ്യം ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു യദുവംശം ഉണ്ടാക്കുന്നത്. ഇപ്പുറത്തുള്ളവരെ കുരുവംശമാണ്. അതിൻ്റെ സ്വഭാവ വിശേഷങ്ങളാണ് ഈ വർണ്ണിക്കുന്നത്. അപ്പം ഇന്നത്തെ ചരിത്രമായിട്ട് ബന്ധിപ്പിച്ച് നോക്കിക്കൊള്ളുക. കാരണം നമ്മൾ ഈ 4 യുഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ഇത് കഥരൂപത്തിൽ ഇതിങ്ങനെ സൈക്ലിക്കായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത്, ഇതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെയാണ് പോകുന്നത്. നമുക്കൊന്നും ഇതിലൊന്നും വലിയ റോളൊന്നും ഇല്ല. നമ്മളതിൽ പങ്കെടുത്ത് അത് നിശ്ചയിക്കുന്ന മാതിരി പോകുക, അത്രയേ ഉള്ളൂ പ്രാധാന്യം. ലോകം എങ്ങനെയാണ് പോകും? എന്നിട്ട് 41 കോപം കൊണ്ട് ജ്വലിച്ചിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാണ് ബലരാമൻ ഹസ്തിനപുരത്തെ കലപ്പയെടുത്തിട്ട് വലിച്ച് ഗംഗാനദിയിലേക്ക് തള്ളുവാൻ വേണ്ടി ശ്രമിച്ചു. കലപ്പയെടുത്തിട്ട് ഹസ്തിനപുരം വലിച്ചങ്ങ് ഗംഗയിലേക്ക് തളിച്ചേക്കാം. കാലം വിചാരിച്ച ഇതെല്ലാം നിസ്സാര കാര്യമാണ്. 42-43 ബലരാമൻ അങ്ങനെ വലിച്ചപ്പോൾ എന്തു പറ്റിയെന്ന് പറഞ്ഞാൽ ആ കലപ്പ കൊണ്ട് വലിച്ച് ഗംഗയിലേക്ക് തള്ളാൻ തുടങ്ങിയപ്പോൾ ആ നഗരം മുഴുവൻ ഏതുപോലെ എന്നാൽ ഒരു കപ്പലിനെ, വെള്ളത്തിലുള്ള കപ്പലിനെ ഇളക്കി മറിക്കുന്നത് പോലെ ആ ദേശം മുഴുവൻ ഇളകാൻ തുടങ്ങി. അപ്പോൾ അവിടെയുള്ള കൗരവരെല്ലാം ഭയന്ന് വിറച്ചു. അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഉടനെ പരിഭ്രാന്തരായിട്ട് ലക്ഷ്മണനെയും സാമ്പനെയും മുൻനിർത്തിക്കൊണ്ട്, ആണല്ലോ ദുര്യോധനൻ്റെ മകളെ അടിച്ചു കൊണ്ടുപോയത്, അവരെയാണല്ലോ ബന്ധിച്ചിരുന്നത്. രണ്ടുപേരെയും വേർപെടുത്തിയിട്ട് ആ ലക്ഷ്മണയെയും സാമ്പയെയും മുന്നിൽ നിർത്തിക്കൊണ്ട് സർവശക്തരായ ബലരാമനെ ശരണം പ്രാപിച്ചു. രണ്ടുപേരെയും കൊണ്ടേക്ക് കൊടുത്തു. ബലരാമന് മുമ്പിൽ സമർപ്പിച്ചിട്ട് സ്തുതിക്കുകയാണ്. 44 രാമ രാമ, എല്ലാറ്റിനെയും ആശ്രയിക്കുന്ന പ്രഭു, എല്ലാറ്റിൻ്റെയും ആശ്രിതമായിരിക്കുന്ന, എല്ലാറ്റിൻ്റെയും ആശ്രയഭൂതമായിരിക്കുന്ന പ്രഭു, നിൻവരുവടിയുടെ മാഹാത്മ്യത്തെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങയുടെ മാഹാത്മ്യം നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. ബുദ്ധിദോഷത്താൽ മൂഢന്മാരായ ഞങ്ങളുടെ അപരാധത്തെ പൊറുക്കണം. നമ്മൾ ബുദ്ധിമോശം കൊണ്ട് മൂഢന്മാരായിപ്പോയി, ഞങ്ങളുടെ അപരാധത്തെ പൊറുക്കണം. ലോകരക്ഷക, നിന്ദരുവടി ഒരാൾ മാത്രമേ ലോകത്തിൻ്റെ നിലനിൽപ്പിനും ഉത്ഭവത്തിനും സംഹാരത്തിനും കാരണമായിട്ടുള്ളത്. നീ ഒരുത്തനാണ് ലോകത്തിൻ്റെ ഉത്ഭവത്തിനും സംരക്ഷണത്തിനും സംഹാരത്തിനും കാരണമായി. ഇതെല്ലാം ആരെപ്പറ്റി പറയുന്നത് തന്നെയാണ്? കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണൻ തന്നെയാണ് ആര്? ബലരാമൻ. ഇതെല്ലാം ആരാണ്? ശ്രീഹരിയാണ്. അതുകൊണ്ട് ഇത് ബലരാമന് പറഞ്ഞാലും ബലരാമനും പാദമാണ്. എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാം ആര് തന്നെയാണ്? ശ്രീഹരി തന്നെയാണ്. ലോകത്തെ വഹിച്ചുകൊണ്ടിരിക്കുന്ന നിൻ തിരുവടിയുടെ കോപ്പുകളാണ് ഞങ്ങൾ എന്ന് അറിവുള്ളവർ പറയുന്നു. ലോകത്തെ വഹിച്ചുകൊണ്ടിരിക്കുന്ന നിൻ തിരുവടിയുടെ കോപ്പുകളാണ്. നീയാണ് ഈ കോപ്പുകളാണ് നമ്മളെല്ലാം. നമ്മളെ കൊണ്ട് പലതരത്തിൽ കളിപ്പിക്കുകയാണ് അങ്ങ് എന്ന് വിവേകമുള്ളവർ പറയുന്നു. അപ്പം നിന്റെ കളി അനുസരിച്ചാണ് നമ്മളും കളിക്കുന്നത്, ഇപ്പുറത്തുള്ളവരും കളിക്കുന്നത്. എല്ലാം നിന്റെ ലീലകളാണ്. അപ്പം ഇപ്പോൾ അതാര് പറയുന്നു? വിവേകമുള്ളവർ പറയുന്നു.
ഇനി 46 അനേക ശിരസ്സുള്ള അനന്തമൂർത്തി, അത് ആ രൂപത്തിൽ തന്നെ പറയണം. അനേക ശിരസ്സുകളുള്ള അനന്തമൂർത്തി തന്നെയാണ് ഇവിടെ ബലരാമനായിട്ട് അവതരിച്ചിരിക്കുന്നത്. നിന്തൊരുപടി തന്നെ ഈ ഭൂമണ്ഡലത്തെ എല്ലായിടവും വഹിക്കുന്നത്, ഒടുവിൽ തന്നിൽ തന്നെ ലയിപ്പിച്ച് ശയിക്കുന്നതും, അതിൽ നിന്ന് തന്നെയാണ്, ആ ഊർജത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത്. അവസാനം ആ അനന്തനിൽ തന്നെയാണ് പോയി ലയിക്കുന്നതും. സാത്വിക ഗുണങ്ങളെ വഹിച്ചുകൊണ്ട് ഉള്ള നിന്തിരുവടിയുടെ കോപം സന്മാർഗ ശിക്ഷണത്തിനുള്ളതാണ്. അങ്ങേക്ക് കോപം ഉണ്ടാകുന്നത് എന്തിനാണ്? തെറ്റുണ്ടാകുമ്പോൾ ശിക്ഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ശിരസ വഹിക്കുന്നു എന്ന അർത്ഥത്തിൽ തന്നെ, മത്സര നിമിത്തമല്ല. അല്ലാതെ നമ്മളോട് മത്സരിക്കാൻ അങ്ങേക്ക് താല്പര്യമൊന്നുമില്ല. തെറ്റുണ്ടാകുമ്പോൾ അങ്ങേക്ക് കോപമുണ്ടാകും, അതിന് ശിക്ഷ കൊടുക്കും. അതായത് നമ്മളിത് കണ്ടുകൊള്ളുക. അങ്ങ് നിന്തിരുവടി ലോകത്തിൻ്റെ സന്മാർഗഗതിയെ പരിപാലിക്കുന്നു. ലോകത്തിൻ്റെ സന്മാർഗഗതിക്ക് വേണ്ടി ശരിയായ നിലയിൽ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയാണ് അങ്ങ് പരിപാലിക്കുകയാണ്. ഇതിനെല്ലാം ഈ ചെയ്തതെല്ലാം ആ തരത്തിൽ നമ്മൾ കണ്ടുകൊള്ളുക, കണ്ടോളാം. ഇനി 48 സമസ്ത ലോകങ്ങളുടെയും ആത്മാവായ നിന്തിരുവടി, ഈ ലോകത്തിൻ്റെ എല്ലാ ആത്മാവാരാണ്? അങ്ങ് തന്നെയാണ്. നമ്മളുടെ ആത്മാവ് അങ്ങ് തന്നെയാണ്. അങ്ങേക്ക് നമസ്കാരം. ഹേ നിർവികാര, അങ്ങേക്ക് വേറെ പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും. ഹേ വിശ്വകർത്താവ്, നിന്തിരുവടിക്ക് നമസ്കാരം. നിന്തിരുവടിയെ നമ്മൾ ശരണം പ്രാപിക്കുന്നു. ഇതാ പിടിച്ചോ. ആരെയെല്ലാം? സാമ്പനെയും ലക്ഷ്മണനെയും, അതായത് ദുര്യോധനന്റെ പുത്രിയെ, ഇവനെയെല്ലാം ബന്ധനത്തുനിന്ന് വിട്ടിതാ പിടിച്ചോളുന്നു. അപ്പം ശ്രീസുഖൻ 49 പറയുകയാണ്, ഉലഞ്ഞാടുന്ന രാജധാനിയോട് കൂടിയവരായ ഭയന്നു വിറച്ച അവരോട് ബലരാമൻ പ്രസാദിച്ചിട്ട് പറഞ്ഞു, പേടിക്കേണ്ട എന്ന് പറഞ്ഞ് അഭയത്തെ പ്രദാനം ചെയ്തു. പിന്നെ 50-51 പുത്രിയിൽ വാത്സല്യമുള്ള ദുര്യോധനൻ എന്ത് ചെയ്തു? 60 വയസ്സുള്ള 12,000 ആനകളെയും 1200 ആനകളെയും 10,000 കുതിരകളെയും പൊന്നാടയാൽ എല്ലാം പൊന്നുകൊണ്ട് അലങ്കരിച്ച സൂര്യനെ പോലെ തുടങ്ങുന്ന 6,000 തേരുകളെയും 1000 ദാസിമാരെയും ശ്രീധനമായിട്ട് കൊടുക്കുകയും ചെയ്തു. അച്ഛൻ മകൾക്ക് കൊടുക്കുകയാണ് ശ്രീധനം, ഇത്രയും ശ്രീധനം. അപ്പോഴൊക്കെ എന്താണ് ബലരാമന്റെ ആ ലോകത്തിന്റെ പ്രത്യേകത? അവരിഷ്ടമുള്ളവര് കല്യാണം കഴിക്കുന്നു, അവർ കഴിച്ചു പോകട്ടെ. അല്ലാതെ അതിൽ ജാതി മതമോ അല്ലെങ്കിൽ എന്തെങ്കിലും തുച്ഛനീചത്വങ്ങളോ ഒന്നും തന്നെ ബാധകമല്ല ആ ലോകത്തിൽ. അവരിഷ്ടമുള്ളവർ കല്യാണം കഴിക്കും. അച്ഛനമ്മമാർക്കുള്ള കാര്യം എന്താണ്? സന്തോഷിച്ചിട്ട് അനുഗ്രഹിച്ച് വിടുക. എന്നാ പിടിച്ചോ ശ്രീധനം ഇത്രയും എന്നും പറഞ്ഞുകൊണ്ടാണ്. അത് ആരുടെ സംസ്കാരമാണ്? കൗരവരുടെ സംസ്കാരം. കുറേ ശ്രീധനം എല്ലാം കൊടുത്ത് അനുഗ്രഹിച്ചു വിടുന്നു. അത്രയുള്ള അച്ഛനമ്മമാർക്ക് കടപ്പാട്. അങ്ങനെയുള്ള ഒരു ലോകമാണ് കൃഷ്ണൻ വിഭാവനം ചെയ്യുന്നത്. ഓരോ ആളും പ്രായപൂർത്തിയാകുമ്പോൾ പലവരും ഇഷ്ടമുണ്ടെങ്കിൽ കല്യാണം കഴിച്ചിട്ട് അങ്ങ് ജീവിച്ചു കൊള്ളുക. അതുകൊണ്ടാണ് തട്ടിക്കൊണ്ടുപോകുന്ന കൃഷ്ണൻ തന്നെ തട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിലും ഇങ്ങനെയാണ്. അല്ലാതെ ഇറേഞ്ച് ഇങ്ങനെ പറയുന്ന പരിപാടി അതെല്ലാം ഇപ്പോഴാണ് അച്ഛനും അമ്മയെല്ലാം തീരുമാനിച്ചിട്ട് കല്യാണം കഴിപ്പിക്കുന്നത്. അങ്ങനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? അവരെ കുടുംബത്തിലെല്ലാം ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷിച്ചിട്ട് അങ്ങ് ജീവിച്ചോളൂ. ആരെയും കുറ്റം പറയണ്ടല്ലോ. അവരവർ തീരുമാനിച്ചിട്ട് എടുക്കുന്നതല്ലേ, ഇഷ്ടത്തിൽ കല്യാണം കഴിക്കുന്നതല്ലേ. അതുകൊണ്ട് അടുത്ത അധ്യായത്തിൽ പറയാൻ പോകുന്നത് എന്താണ്? നാരദൻ അത്ഭുതപ്പെടുകയാണ്. കൃഷ്ണൻ പല
വീടുകളിലും ആ സ്ത്രീകളുടെ ഭർത്താക്കന്മാരായി ഒരേ സമയം ആക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഇവരെയെല്ലാം തൃപ്തിപ്പെടുത്തുന്നതെന്ന്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിൽ സ്ത്രീകളും പുരുഷന്മാരും നല്ല സ്നേഹത്തിൽ അങ്ങ് ജീവിച്ചോളും. കാരണം അവരവർക്ക് ഇഷ്ടമുള്ളവരാണ് കല്യാണം കഴിച്ച് ജീവിക്കുന്നത്. അവർ നല്ല ഈ ശ്രീയും കൃഷ്ണനും തന്നെയാണ് ആര്? ശ്രീഹരിയും മറ്റേ മഹാലക്ഷ്മിയും. അവരുടെ അംശം തന്നെയാണ് എല്ലാ വീട്ടിലുള്ള ഭാര്യ ഭർത്താക്കന്മാർ. അവരിഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നു, സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ അതിൽ ആ യഥാർത്ഥ സ്നേഹം അവിടെ ഉണ്ടാകും. എന്നാൽ ഇപ്പുറത്തെ ഭാഗത്തോ അച്ഛനമ്മമാർ മറ്റേ അതും ഇതുമെല്ലാം പരിശോധിച്ചിട്ടാണ് കെട്ടിപ്പിച്ചു വിടുന്നത്, നിർബന്ധിച്ച് കെട്ടി. ഇതൊരു ബിസിനസ്സാണ്, കച്ചവടമാണ്. അവിടെ ഈ സ്നേഹമൊന്നും കാണാൻ പോകുന്നില്ല. അതാണ് കൃഷ്ണൻ വിഭാവനം ചെയ്യുന്ന ആർഷഭാരത സംസ്കാരം. പോട്ടെ. അപ്പൊ 52 അതിനെ മുഴുവനും സ്വീകരിച്ച ബലരാമൻ പുത്രനോടും പുത്രഭാര്യയോടും കൂടി ബന്ധുക്കളാലെല്ലാം അഭിനന്ദിക്കപ്പെട്ട് യാത്ര പുറപ്പെട്ടു. എവിടത്തേക്ക്? നാട്ടിലേക്ക്. അനന്തരം ദ്വാരകയിലെത്തി സ്നേഹം നിറഞ്ഞ ജനങ്ങളോട് രാജ്യസഭയിൽ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു. ആ ജനങ്ങളോട് അപകടത്തിന് അവിടെ രാജ്യസഭയിൽ വെച്ചിട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം അവിടെ രാജ്യസഭയിൽ വെച്ച് ജനങ്ങളെ ബോധിപ്പിച്ചു. എല്ലാം ജനത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇന്നും എൻ്റെ 54 പറയാണ്, ഹസ്തിനപുരത്തിൽ ബലരാമൻ കാണിച്ച ഈ പരാക്രമം, ഹസ്തിനപുരത്തെ ഇങ്ങനെ ഇളക്കി മറിച്ചിട്ടുണ്ടല്ലോ വെള്ളത്തിലേക്ക് തള്ളാൻ വേണ്ടിയിട്ട്, അത് അവിടെ ചെന്നാൽ ഗംഗാ നദിയുടെ തീരത്തിൽ തെക്കുവശത്തായിട്ട് ഈ ഹസ്തിനപുരം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതാണ്. കൽപ്പയോണ്ട് ഇങ്ങനെ വലിച്ചതുകൊണ്ട് ഈ ഹസ്തിനപുരം ഈ തെക്ക് ഭാഗത്ത് ഈ ഗംഗാ നദിയുടെ തീരത്ത് തെക്ക് ഭാഗത്ത് ഇങ്ങനെ ഹസ്തിനപുരം ഉയർന്നു നിൽക്കുന്നത് കാണാമെന്ന് പറയാണ്. അങ്ങനെയാണ് അത് ഉയർന്നു നിൽക്കുന്നത്. അത് കാണുമ്പോൾ എന്ത് ഓർത്തോളണം? ഈ സംഭവത്തെ പറ്റി ഓർത്തോളണം.